ഹലോ വെൽക്കം ബാക്ക് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിതാ നമ്മൾ കോഴിക്കോട് പോവാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ രണ്ടൊന്ന് പരിപാടി ഉണ്ട്. പരിപാടി മീൻസ് എന്നെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനെ കാണിക്കേണ്ട ഡേറ്റാണ്, അവിടേക്ക് ഒന്ന് പോകണം. അപ്പോൾ അതാ എൻ്റെ കുറുമ്പ മോനാണ് ഇന്ന് എനിക്ക് ചെരുപ്പിട്ട് തരുന്നത്. അപ്പോൾ പറയും ഉമ്മയുടെ കാല് ഭയങ്കര ചെറുതാണ് കേട്ടോ, കുറച്ചും കൂടി തടിവിപ്പിക്കണമെന്ന്. അപ്പോൾ വലുതായിട്ട് വീഡിയോ ഒന്നുമില്ല, എന്നാലും കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് അടുത്തുള്ള നമ്മളൊരു നെയ്ബർ ഉണ്ട്, അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടാളപ്പുറം പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകണേ. പിന്നെ ഉണ്ടല്ലോ, മുഴുവനായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക്, ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട്. അപ്പം എടുത്ത വീഡിയോ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ മൊത്തം ഹൈവേ അതിനെക്കൊണ്ട് വൺ വേ ആണല്ലോ, അപ്പോൾ നല്ല അടിപൊളിയാണ് നമുക്ക് പോകാൻ, ഓവർ ബുദ്ധിമുട്ടൊന്നുമില്ല പോകാനൊക്കെ. അപ്പോൾ രാവിലെ അതിനെക്കൊണ്ട് തന്നെ അത്ര വാഹനങ്ങളൊന്നുമില്ല, ബ്ലോക്കിൽ പെടാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ എത്തും ചെയ്യാം. വേഗം എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ കോരപ്പുഴ പാലം കേട്ടോ. ഈ പാലത്തിന് ചെറിയൊരു സ്റ്റോറി ഉണ്ട്. പാലത്തിൻ്റെ സ്റ്റോറി അല്ല, ഈ പാലും സയാനും സംബന്ധിച്ച് ചെറിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഞാൻ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ വീട്ടിൽ എത്താനായിട്ടുണ്ട്. വീട്ടിലെത്തിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഉമ്മനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. ഒരു 12:30 1 മണി സമയത്താണ് അവിടെ എത്തേണ്ടത്. അപ്പം ആ സമയം കണക്കാക്കി നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഡോക്ടറെ കാണിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് തന്നെ മരുന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്നൊന്നും വാങ്ങണ്ടല്ലോ. അപ്പം മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല അടിപൊളി ചായയും നല്ല കടികളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതും കുടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫ്ലോറ് നമ്മുടെ ചിൽഡ്രൻസിനുള്ള ഡോക്ടറാണ് കേട്ടോ ഫുള്ളും ഉള്ളത്. ഈ ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ ഈ കുട്ടികൾക്കുള്ള എല്ലാ സെറ്റപ്പും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനായാലും എല്ലാത്തിനും ഒരു ഏരിയ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5:30 7 o'clock തന്നെ, 7 o'clock ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇഷ ഡിസൈൻ എന്നാണ് അവളെ ഷോപ്പിൻ്റെ പേര്. അവൾ സ്വന്തമായിട്ട് നടത്തുന്ന ഷോപ്പാണ് കേട്ടോ. അടിപൊളി മോഡലൊക്കെ നന്നായിട്ട് അടിക്കും. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ മൂപ്പര് എൻ്റെ ഒപ്പരം പോകുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ രാത്രി അതിനെക്കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞ് നമ്മളിതാ കോഴിക്കോട് ബീച്ചിലൂടെ വരാൻ കേട്ടോ. ബീച്ചിൽ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു, കാരണം നമുക്ക് ടൗൺ കൂടെ പോകുന്നതിനെക്കാട്ടും ഇതിലൂടെ വരുമ്പോൾ ബ്ലോക്കിൽ നമുക്ക് കഴിച്ചല്ലോ. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകുമ്പോൾ ഇതിലൂടെ പോവാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനിതിന് മുമ്പത്തെ ഒരു വ്ളോഗിൽ ഇവിടുത്തെ ഒരു ഗോതിപ്പാലം ബീച്ച് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. രാത്രി ആകുമ്പോൾ ഫുൾ ആളായിരിക്കും, നല്ല ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞ്. അവിടെയാണ് ഈ ഏരിയ മൊത്തം ഉള്ളത് കേട്ടോ. ഇത് സൈൻ ലാബാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവൾ എൻ്റെയും കുട്ടികൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് വേണ്ട, അവരെയും കൊണ്ട് പിന്നെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെറിയ കടിയും ചായയും എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടിപൊളി പ്ലേസാണ് കേട്ടോ. എന്താ പറയുക, നല്ല വൈബാണ് ഇവിടെ. ഇവിടെ ടൈമൊക്കെ ഫുള്ള് ഈ സൈഡ് ഫുള്ളും നമ്മളെ ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല കല്ലുമ്മക്കായും ചായ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അവളും പറഞ്ഞാൽ പിന്നെ നമുക്കത് കയറി കുടിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതാ നമ്മൾ ഓരോ ചായയും ഓരോ കല്ലുമ്മക്കായും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് 2 പേരും പിരിഞ്ഞിട്ടോ. അവളെ ഷോപ്പിലേക്കും പോയി, ഞാൻ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.